കോഴിക്കോട് പാക് പൗരത്വമുള്ള കൊയിലാണ്ടി സ്വദേശി ഹംസയോട് രാജ്യം വിട്ടു പോകണമെന്ന് കാണിച്ച് നൽകിയ നോട്ടീസ് പിൻവലിച്ചു. വിവരങ്ങളുമായി റിയാസ് കെ എം മാർച്ചുന്നുണ്ട്. റിയാസ്, 3 പേർക്കായിരുന്നു രാജ്യം വിട്ടു പോകണമെന്ന് നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഇപ്പോൾ നോട്ടീസ് പിൻവലിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ. നേരത്തെ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നിർദ്ദേശത്തെ തുടർന്ന് ഈ പാക് പൗരന്മാര് ഇന്ത്യ വിടണം എന്നൊരു ആവശ്യം സംസ്ഥാനങ്ങൾക്ക് നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ വിവിധ ആവശ്യങ്ങൾക്കായി എത്തിയ ജോലി, ഒപ്പം തന്നെ ചികിത്സ, മറ്റ് പഠനം ആവശ്യങ്ങൾക്കായി എത്തിയ പാകിസ്ഥാൻ പൗരന്മാരോട് 27-നും 29-നും ഉള്ളിൽ, ചികിത്സാർത്ഥം എത്തിയവർക്ക് 29-ന് ഉള്ളിലാണ് അവർ തിരികെ പാകിസ്ഥാനിലേക്ക് മടങ്ങേണ്ടത്. 27-നകം മടങ്ങാൻ നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ അതിൽ പെട്ടുപോയ ചില ആളുകളുണ്ട്. ആ 3 പേരാണ് കോഴിക്കോട് സ്വദേശികളായ 3 പേർ. അതായത് കേരളത്തിൽ ജനിച്ച് കേരളത്തിൽ വളർന്ന് പിന്നീട് പാകിസ്ഥാനിലേക്ക് കച്ചവടത്തിനായി പോയി 1965-ൽ തൊഴിൽ തേടിപ്പോയ കൊയിലാണ്ടി സ്വദേശി ആയിട്ടുള്ള ഹംസ. അദ്ദേഹം പിന്നീട് ബംഗ്ലാദേശ് വിഭജനത്തിന് ശേഷം 1972-ൽ നാട്ടിലേക്ക് വരാൻ പാസ്പോർട്ട് ആവശ്യമായി വന്നപ്പോൾ അന്ന് ഹംസയ്ക്ക് പാക് പൗരത്വം സ്വീകരിക്കേണ്ടി വരികയായിരുന്നു. അതിനുശേഷം പിന്നീട് അവിടെ കച്ചവടം നടത്തിയിരുന്ന ഹംസ 2007-ലാണ് പാകിസ്ഥാനിലെ കച്ചവടം അവസാനിപ്പിച്ച്, കറാച്ചിയിലെ കച്ചവടം അവസാനിപ്പിച്ച് കേരളത്തിലേക്ക് തിരിച്ചെത്തിയത്. ഹംസയുടെ മറ്റു കുടുംബാംഗങ്ങളെല്ലാം തന്നെ കേരളത്തിൽ തന്നെയാണ് താമസിച്ചതും ഒക്കെ ഉണ്ടായിരുന്നതും. ഹംസയുടെ ഒരു സഹോദരൻ മാത്രമായിരുന്നു കറാച്ചിയിൽ ഈ കച്ചവടം നടത്തിയിരുന്നത്. എന്നാൽ കേരളത്തിൽ എത്തിയ ഹംസ പിന്നീട് ഇന്ത്യൻ പൗരത്വത്തിന് അപേക്ഷിച്ചെങ്കിലും ആ ഒരു അപേക്ഷ പലപ്പോഴും പരിഗണിക്കപ്പെടാതെ അപേക്ഷ ലഭിച്ചു എന്നൊരു മറുപടി മാത്രമായിരുന്നു ഹംസയ്ക്ക് ലഭിച്ചിരുന്നത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാനെതിരെ നടപടി ഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ തീരുമാനമെടുക്കുകയും ഇന്ന് കൊയിലാണ്ടി പോലീസ് ഹംസയ്ക്ക് നോട്ടീസ് നൽകുകയുമായിരുന്നു ചെയ്തത്. ആ നോട്ടീസ് ഇപ്പോൾ ഉന്നതതല നിർദ്ദേശത്തെ തുടർന്നാണ് ഇപ്പോൾ പിൻവലിച്ചിരിക്കുന്നത്. ഹംസയ്ക്ക് മാത്രമല്ല, വടകര വൈറ്റിലിശ്ശേരിയിൽ താമസിക്കുന്ന കഞ്ഞിപ്പറമ്പത്ത് കമറുന്നീസ, സഹോദരി അസ്മ എന്നിവർക്കും രാജ്യം വിടാനുള്ള നോട്ടീസ് നൽകിയിരുന്നു. അതും പിൻവലിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അവരുടെ കുടുംബം, പിതാവ് മരിച്ചതിന് ശേഷം 1993-ൽ കേരളത്തിൽ എത്തിയതായിരുന്നു. അവർക്കാണ് 27-ാം തീയതിക്കകം രാജ്യം വിടണം എന്നാവശ്യപ്പെട്ട് പോലീസിന്റെ നോട്ടീസ് നൽകിയിരുന്നത്. ഈ 3 നോട്ടീസുകളും ഇപ്പോൾ ഉന്നതതല നിർദ്ദേശത്തെ തുടർന്ന് പോലീസ് പിൻവലിച്ചിരിക്കുകയാണ്. അതിര. ശരി റിയാസ്. കോഴിക്കോട് പാക് പൗരത്വം ഉള്ള കൊയിലാണ്ടി സ്വദേശികളായിട്ടുള്ള 3 പേർക്കായിരുന്നു നോട്ടീസ് നൽകിയിരിക്കുന്നത്. ആ നോട്ടീസ് രാജ്യം വിട്ടു പോകണമെന്ന് കാണിച്ചുള്ള നോട്ടീസ് ഇപ്പോൾ പിൻവലിച്ചിരിക്കുകയാണ്. വാർത്തയുടെ വിവരങ്ങൾ നൽകുകയായിരുന്നു കോഴിക്കോട് നിന്നും റിയാസ് കെ എം.